വളരെ വേഗത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വളർച്ച. അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. TV ചാനലുകൾ സജീവമാകുന്നു, പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി വരുന്നു, MLA ആകുന്നു. അങ്ങനെ ഒരു മിസൈൽ പോലെ അല്ലേ, മിസൈൽ താഴെ വരില്ല, റോക്കറ്റ് പോലെ പോകുന്നു, താഴേക്ക് വരുന്നു. ഇപ്പോൾ അടൂരിൽ നിന്ന് റോക്കറ്റ് പാലക്കാട് പൊട്ടി ഇപ്പോൾ താഴെയാണ്. ഇപ്പോൾ അടൂരിൽ സ്വന്തം വീട്ടിൽ കാറ്റുപോയ ബലൂണ് പോലെ ഇരിക്കുകയാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വരവും വളർച്ചയും രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പഠിക്കേണ്ട ഒരു പാഠമാണ്. രാഹുൽ എനിക്ക് തോന്നുന്നു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കൂടെ തന്നെയാണ് കടന്നു വന്നത്. KSUവിലൊക്കെ പ്രവർത്തിച്ചു. മധ്യ തിരുവിതാംകൂറിൽ നിന്ന്, പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിലെ അടൂർ ആ ഭാഗത്തു നിന്നാണ്, അവിടെ ആണ് രാഹുലിൻ്റെ വീടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കറക്റ്റ് എനിക്ക് അഡ്രസ്സ് അറിയില്ല. അപ്പോൾ അങ്ങനെ കടന്നു വന്ന നല്ല ചതുരത്തിൽ സംസാരിക്കാൻ, വടിവൊത്ത ഭാഷയിൽ സംസാരിക്കാൻ കഴിയുന്ന, ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി കൊടുക്കുന്ന ഒരു കൗമാരക്കാരനിൽ നിന്ന് തുടങ്ങി ഇതുപോലെ തന്നെ അല്ലേ ചർച്ചകളിൽ സജീവമായി ചേട്ട സൂചിപ്പിച്ചതുപോലെ തന്നെ അക്ഷരസ്ഫുടതയോടുകൂടി എല്ലാം സംസാരിക്കുന്ന ഒരു നേതാവുണ്ടായിരുന്നു സന്ദീപ് വാര്യർ. അദ്ദേഹവും BJPക്ക് തലവേദനയായി മാറി. ഇത് ഈ രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കണമല്ലേ ഭാവിയിൽ ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒരു നേതാവ് അങ്ങ് എടുത്തുയർത്തി കൊണ്ടുപോകുമ്പോൾ അതിപ്പോൾ രണ്ട് പാർട്ടിക്കും പ്രശ്നമായിട്ടുണ്ട്. അതിപ്പോൾ BJPക്കുമായി കോൺഗ്രസിനുമായി. അല്ല, അത് CPM-നും ഇത് വിഷയമാണ്. SFIയിൽ നമുക്കറിയാം ആർഷോയുടെ ഒക്കെ ഭാഷ കണ്ടില്ലേ, അതിനേക്കാളും വൃത്തിയുണ്ട് ഈ മാങ്കൂട്ടത്തിൻ്റെയും വാര്യറുടെയൊക്കെ ഭാഷയ്ക്ക്. സന്ദീപ് വാര്യരുടെ കാര്യം ഞാൻ പറയാം. അത് മാങ്കൂട്ടം അങ്ങനെ നല്ല ഒരു, ശരിക്കും ആ തുടക്കത്തിലൊക്കെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് സംസാരിക്കുന്ന കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. കോൺഗ്രസ്സിന് ഇത്രയും നല്ല ആൾക്കാരൊക്കെ കോൺഗ്രസ്സിലുണ്ടല്ലോ ഇപ്പോഴും. കോൺഗ്രസ് അങ്ങനെ, കോൺഗ്രസ് തകർന്നു പോയി. 2016 ശേഷം കോൺഗ്രസ് തകർന്നു പോയി. പുതിയ നേതാക്കൾ വരുന്നില്ല. ഈ എന്താ പറയാ, പല്ലുകൊഴിഞ്ഞ സിംഹങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ CPM-ലേക്കും പോകുന്നു, BJP-യിലേക്ക് പോകുന്നു. അങ്ങനെ കോൺഗ്രസ് ഒരു കാലത്ത് ഈ സോളർ സമര കാലത്ത് കോൺഗ്രസിന് വേണ്ടി വലിയ രീതിയിൽ സംസാരിച്ചിരുന്ന ഒരു നേതാവായിരുന്നു അനിൽകുമാർ അല്ലേ, കോഴിക്കോട്. CPM-ലേക്ക് പോയി. അല്ല, അങ്ങനെ പലരും. പിന്നെ എന്താ പറയണ്ട, ഒരു വലിയ പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കാൻ പറ്റാത്ത ചില നേതാക്കളും ഒക്കെ ഉണ്ട് ചാനൽ ചർച്ചയിലൊക്കെ. പരാജയം എന്ന് തന്നെ പറയാവുന്ന, ഞാൻ ആരുടെ പേരെടുത്ത് പറഞ്ഞവരെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നില്ല, അങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പോൾ അവിടേക്ക് വളരെ വ്യത്യസ്തമായൊരു ശബ്ദമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിയത്. ഡൽഹിയിലൊക്കെ പഠിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷും ഹിന്ദിയും നന്നായിട്ട് അനായാസം കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരാളാണ് രാഹുൽ എന്നാണ് എൻ്റെ ബോധ്യം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് ഞാനൊരു ചർച്ച, വളരെ വൈറലായൊരു ചർച്ച, ജോൺ ബ്രിട്ടാസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചർച്ച. അന്ന് സത്യത്തിൽ ഈ ഫ്യൂസ് പോയി ജോൺ ബ്രിട്ടാസിൻ്റെ. അമ്മാതിരി മറുപടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു പറയുന്നത്. ആ ചർച്ചയിൽ BJPയുടെ ഭാഗത്തുനിന്ന് പങ്കെടുത്തത് MT രമേശാണ്. MT രമേശിന് ഒന്നും പറയേണ്ടി വന്നില്ല. കാരണം അത്ര മനോഹരമായ, അത്ര ഗംഭീരമായ മറുപടികളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജോൺ ബ്രിട്ടാസിന് കൊടുത്തത്. ബ്രിട്ടാസ് ഈ കോൺഗ്രസിൻ്റെ തകർച്ചയെക്കുറിച്ചും കോൺഗ്രസ് BJP-ആയി മാറിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ചും ഒക്കെ വലിയ വായിൽ അവിടെ തെളിവുകളൊക്കെ നിരത്തി നിലവിളിച്ചുകൊണ്ട്, സങ്കടപ്പെട്ടുകൊണ്ട്, എൻ്റെ കോൺഗ്രസ് ഈ ഗതിയായല്ലോ, ഞങ്ങൾ വലിയ പ്രതീക്ഷ വച്ചിരുന്ന ഒരു യഥാർത്ഥ പ്രതിപക്ഷമായി ഞങ്ങൾ കണ്ടിരുന്ന കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞാണ് ആ പഴയ നെഹ്റുവിയൻ പാരമ്പര്യമൊക്കെ പറഞ്ഞ് ഊരുളയ്ക്ക് ഉപ്പേരി പോലെ വളരെ കൃത്യമായിട്ട് ബംഗാളിലെയും ത്രിപുരയിലെയും CPM-ന്റെ തകർച്ചയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെ നിന്ന് എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്ത്യ മഹാരാജ്യത്ത് 100 വർഷം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എവിടെ എത്തി എന്ന് കൃത്യമായ ചരിത്രം ലഘുവായ ഭാഷയിൽ, ലളിതമായ ശൈലിയിൽ ഒക്കെ വിവരിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ല തിരിച്ചടി കൊടുക്കുകയും ബ്രിട്ടാസ് തകർന്ന് തരിപ്പണമാകുകയും ചെയ്തു. MT രമേശ് ഗാലറിയിലിരുന്ന് കളി കാണുന്നത് പോലെ ഇവർ തമ്മിലുള്ള ആ വാഗ്വാദം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ ചർച്ചയിൽ. അത് വലിയ വൈറലായൊരു ചർച്ചയാണ്. അപ്പോൾ അങ്ങനെ ഈ രാഹുൽ വലിയ പ്രതീക്ഷ ഉയർത്തിയ ഒരു നേതാവാണ്. വളരെ ചെറുപ്പക്കാരൻ, ഒരു ഇരുത്തം വന്ന രാഷ്ട്രീയക്കാരനായിട്ട് പതുക്കെ മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച രാഹുലിൽ നമ്മൾ കണ്ടു. പക്ഷേ ഇപ്പോൾ ഉയർന്ന ആരോപണങ്ങൾ
ഈ ആരോപണങ്ങൾക്ക് കാരണമായിരിക്കുന്ന പശ്ചാത്തലം, അതൊക്കെ തുടക്കത്തിൽ നമ്മൾ ആരും അങ്ങനെയൊന്നും ആക്ഷേപങ്ങളൊന്നും കേട്ടിരുന്നില്ല രാഹുലിനെ കുറിച്ച്. പക്ഷെ പതുക്കെ പതുക്കെ രാഹുൽ ഈ പറയുന്ന പോലെ കടന്നു വരികയും യൂത്ത് കോൺഗ്രസിൻ്റെ തലപ്പത്തെത്തുകയും അവിടെ പാലക്കാട് മത്സരിച്ച് ജയിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ കോൺഗ്രസ്സിൽ ചെറുപ്പക്കാർക്ക്, പുതുതായിട്ട് കടന്നു വരുന്ന ചെറുപ്പക്കാർക്ക് കൃത്യമായൊരു ഇടമുണ്ടെന്നും അവർക്ക് വളരാൻ സാധിക്കുമെന്നും അവർക്ക് ജയിച്ച് ജനപ്രതിനിധികളായി ജനങ്ങളെ സേവിക്കാനുള്ള അവസരം ലഭിക്കുമെന്നും അതിന് ഇനിയും കോൺഗ്രസ്സിനൊരു ബാല്യം, 140 വയസ്സായി കോൺഗ്രസ്സിന്, പക്ഷേ കോൺഗ്രസ്സിന് കേരളത്തിൽ അതിന് ഇനിയും ബാല്യമുണ്ട് എന്ന് തെളിയിക്കുന്നതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പ്രവർത്തനങ്ങൾ. അത് ധാരാളം ചെറുപ്പക്കാരെ കോൺഗ്രസ്സിലേക്ക് കൊണ്ടുവരികയും ചെയ്തു പുതുതായിട്ട്. അതൊക്കെ നമുക്ക് യോജിക്കാം. പക്ഷേ ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്നത് വലിയ ദാരുണമായ, എന്താ പറയുക, ഒരിക്കലും കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെങ്ങും, കോൺഗ്രസ്സിന് നേരെ പല ആരോപണങ്ങളും വന്നു, നേതാക്കൾ പലരും പല പ്രശ്നങ്ങളിലും പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത്ര ചെറുപ്പത്തിൽ ഇങ്ങനെ വലിയ ഉയരങ്ങൾ വെട്ടിപ്പിടിച്ച ഒരു നേതാവ്, ഒരു യുവ നേതാവ് ഇങ്ങനെ സ്ഥാനത്യാഗം ചെയ്യേണ്ടി വരുന്നത് എനിക്ക് തോന്നുന്നു കോൺഗ്രസ്സിൽ, ഇത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. മുമ്പും പല ആരോപണങ്ങളും കോൺഗ്രസ്സിലെ നേതാക്കൾക്കെതിരെ ഉയർന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും പോകുന്നു. സമാനമാണ് സന്ദീപ് വാര്യരുടെ കാര്യം. സന്ദീപ് വാര്യർ എൻ്റെ സുഹൃത്താണ്, എനിക്ക് നല്ല പരിചയമുണ്ട്. അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകനായിരുന്നു, ജന്മഭൂമിയുടെ ലേഖകനായിരുന്നു. അവിടുന്ന് പതുക്കെ യുവമോർച്ചയിലേക്ക് വരികയും RSSലൂടെ വളർന്നു വന്നയാളാണ്. പിന്നീട് യുവമോർച്ചയിലേക്ക് വരികയും ധാരാളം വായിക്കുന്ന, കുറിക്കുകൊള്ളുന്ന മറുപടി പറയാൻ കഴിയുന്ന, സന്ദർഭത്തിന് യോജിച്ച വിധത്തിൽ വളരെ കൃത്യമായിട്ട് എന്ത്, എങ്ങനെ, എവിടെ, എപ്പോൾ കണക്ട് ചെയ്ത് സംസാരിക്കണം എന്നറിയാവുന്ന ഒരു മികച്ച നേതാവാണ് സന്ദീപ് വാര്യർ. ഒരു യുവ നേതാവ് തന്നെയാണ്. BJPക്ക് അദ്ദേഹം ഒരു അസറ്റായിരുന്നു ഒരു കാലത്ത്. ആ നേതാവ് പറയുന്നത് പോലെ സന്ദീപ് വാര്യരുടെയും വളർച്ച ഞാൻ കണ്ടതാണ്. സന്ദീപ് വാര്യരും നല്ല രീതിയിൽ വളർന്ന് ഒരു നല്ല നേതാവ്, യുവമോർച്ചയുടെ സംസ്ഥാന ചുമതലയിലേക്ക് വന്നു, പിന്നെ BJPയിലേക്ക് വന്നു, BJPയുടെ വക്താവായി. അങ്ങനെ വന്ന അദ്ദേഹം പക്ഷേ BJPക്കുള്ളിലെ ഗ്രൂപ്പ് പോരിനകത്ത് പെട്ടുപോയി എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിൻ്റെ എതിരാളികൾ, പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള എതിരാളികൾ അദ്ദേഹത്തെ ഒതുക്കാനുള്ള ശ്രമം നടന്നു. അതിനെയെല്ലാം മറികടക്കാനുള്ള പരിശ്രമം അദ്ദേഹം നടത്തി. അവർ തമ്മിലുള്ള ആ ചക്കളത്തിൽ പോര് അതങ്ങനെ മുന്നോട്ട് പോയി അവസാനം നിവർത്തി കിട്ട് സന്ദീപ് വാര്യർ പാർട്ടി വിട്ട് പോകുന്നൊരു കാഴ്ചയും നമ്മൾ കണ്ടു. അതൊക്കെ പ്രാദേശികമാണ്. അവിടുത്തെ സംസ്ഥാന നേതൃത്വവുമായിട്ട് സന്ദീപ് വാര്യറിന് എന്തെങ്കിലും വലിയ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ പ്രാദേശികമായിട്ടുള്ള പല പ്രശ്നങ്ങളുടെ ചുവട് പിടിച്ച് അദ്ദേഹം പിന്നീട് അവിടുന്ന്, അതിനു മുമ്പ് അദ്ദേഹം തൃത്താലയിൽ മത്സരിക്കുകയൊക്കെ ചെയ്തു. MP രാജേഷിന് എതിരെ നല്ല പ്രകടനം കാഴ്ചവെച്ച ആളാണ്. അവിടെ നല്ല രീതിയിൽ വോട്ട് പിടിക്കുകയും ചെയ്തു. BJP മുമ്പ് പിടിച്ചിരുന്നതിനേക്കാളും നല്ല വോട്ട് പിടിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മൾ കണ്ടത് സന്ദീപ് വാര്യർ മത്സരിച്ചപ്പോൾ. പക്ഷേ സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലേക്ക് പോയി. അദ്ദേഹത്തിന് BJPയിൽ നിൽക്കാൻ പറ്റില്ല. BJPയിലെ പ്രാദേശികമായിട്ട് പാലക്കാട് ജില്ലയിലുള്ള നേതാക്കൾ പലരുമായിട്ടും അദ്ദേഹത്തിന് വലിയ വിഷയങ്ങളായി. അങ്ങനെ അദ്ദേഹം പാർട്ടി വിട്ടു. അപ്പോൾ ഇതൊക്കെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ പാർട്ടി നേതൃത്വവും ഈ ചെറുപ്പക്കാരായ നേതാക്കളും ഒരുപോലെ ചിന്തിക്കണം. ഈ കുറച്ച് അവധാനതയോടുകൂടി പെരുമാറാൻ നേതാക്കൾ തയ്യാറാകണം. ഈ ചെറുപ്പക്കാരായ നേതാക്കൾ തയ്യാറാകണം. അതിനവരെ പരിശീലിപ്പിക്കണം. മുതിർന്ന നേതാക്കൾ അതിനുള്ള ഉപദേശങ്ങൾ അവർക്ക് കൊടുക്കണം. എടുത്തു ചാടി വിഷയങ്ങളിലേക്ക് പോകരുത്. ഇത് ഈ ചെറുപ്പക്കാരായ നേതാക്കൾ, ആവേശം നല്ലതാണ്, അണികളെ പ്രോത്സാഹിപ്പിക്കാൻ, ഉത്തേജിപ്പിക്കാൻ, ഉണർത്താനൊക്കെ ആവേശം പ്രസംഗിക്കാം, ആവേശത്തിൽ പെരുമാറാം, ഒക്കെ ചെയ്യാം. വെല്ലുവിളിക്കാം, രാഷ്ട്രീയമായ വെല്ലുവിളി, രാഷ്ട്രീയ എതിരാളികളെ അടിച്ചിരുത്തുന്ന ഭാഷ ഒക്കെ നല്ലതാണ്. ഒക്കെ രാഷ്ട്രീയത്തിൽ എല്ലാവരും ചെയ്യുന്നതാണ്. നമുക്ക് കോൺഗ്രസ്സിലെയും BJPയിലെയും CPMയിലെയും ഒക്കെ ചെറുപ്പക്കാരായ നേതാക്കളോട് നമുക്ക് അക്കാര്യത്തിൽ അവരൊക്കെ അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്നവരോടെല്ലാം ബഹുമാനമേ ഉള്ളൂ. പക്ഷേ ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്, ഒരു അതിർത്തിയുണ്ട്. ആ പരിധി കടന്നു പോകാതെ അവർ സ്വയം നിയന്ത്രിക്കണം. 1. 2, മുതിർന്ന നേതാക്കൾ എപ്പോഴും ഇവരെ നിയന്ത്രിക്കുകയും ഇവരുടെ പോക്കിനെ വളരെ കൃത്യമായിട്ട് വിലയിരുത്തുകയും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവരും കുഴപ്പങ്ങളിൽ ചെന്ന് ചാടില്ല. ഇതിപ്പോൾ പലരും മനുഷ്യരാണ്. ലോകം വളരെ വിശാലമാണ്, പഴയതുപോലെയല്ല. ആശയവിനിമയത്തിന് ഇന്ന് ഒരുപാട് ഉപാധികളുണ്ട്. വളരെ രഹസ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം, ആശയവിനിമയം നടത്താം. അപ്പോൾ പല അബദ്ധങ്ങളിലും ചെന്ന് പെടും.
നമുക്കറിയാം മറ്റെല്ലാ മേഖലകളിലും ഉള്ളതുപോലെയുള്ള കുഴപ്പങ്ങൾ രാഷ്ട്രീയത്തിലുമുണ്ട്. ഒരു പക്ഷേ ഒരു പടി കൂടുതലായിരിക്കാം, ഒരു പടി മുകളിലായിരിക്കാം, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ചെറുപ്പക്കാരായ നേതാക്കൾക്ക് വലിയ ചീത്തപ്പേര് ഭാവിയിൽ സമ്പാദിക്കാൻ സഹായിക്കുന്നതാണ്. അവിടെ ഒന്നും ചെന്നുപെടാതെ ഇവർ തങ്ങളുടെ പരിധി എന്താണെന്ന് സ്വയം നിശ്ചയിച്ച് ആത്മനിയന്ത്രണത്തോടുകൂടി മുന്നോട്ട് പോകേണ്ടതാണ്. അത് ആണ് യുവാക്കളും യുവതികളും രണ്ടുപേരും ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ആ തരത്തിൽ അവർ മുന്നോട്ട് പോയാൽ ഇവർക്കൊക്കെ നല്ല ഭാവിയുണ്ട്. ഈ രാഹുൽ തന്നെ എവിടെ എത്തേണ്ട ഒരാളാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു തിരിച്ചടി രാഹുലിന് കിട്ടിയെങ്കിലും ഇതിൽ നിന്ന് ഇനി ഉയർത്തെഴുന്നേറ്റ് വന്ന് രാഹുൽ മുന്നോട്ട് പോകണമെങ്കിൽ എന്തുമാത്രം പ്രയാസമുണ്ട്. അതുപോലെ സന്ദീപ് വാര്യർ ഇത്രയും കാലം BJP-യിൽ നിന്നിട്ട് പെട്ടെന്ന് ചൂടുമാറ്റി കോൺഗ്രസിലേക്ക് പോയി. കോൺഗ്രസിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത കിട്ടി, അത് വേറെ കാര്യം. കോൺഗ്രസ് അദ്ദേഹത്തെ പരമാവധി കൊണ്ടു നടന്ന് ആഘോഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിനും അത് ആവശ്യമാണ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിരന്തരം ഇപ്പോൾ BJP-യെ ചീത്ത പറഞ്ഞ് സ്വയം ഒരു എന്താ പറയേണ്ട സ്വന്തം വിശ്വാസ്യതയ്ക്ക് ഒരർത്ഥത്തിൽ മങ്ങലേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് സന്ദീപ് വാര്യർ. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിനും രാഷ്ട്രീയ ഭാവിക്കും ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്ന് കാലമാണ് തെളിയിക്കേണ്ടത്. നമുക്ക് പ്രവചനാതീതമാണ് ഇതൊക്കെ എന്ത് സംഭവിക്കുന്നു. ഒരു പക്ഷേ അത് ഗുണം ചെയ്തേക്കാം, ചിലപ്പോൾ ദോഷവും ചെയ്തേക്കാം. എന്തായാലും ഈ ഉണ്ടായ സംഭവ വികാസങ്ങൾ അത് രാഹുലിൻ്റെ കാര്യത്തിലാണെങ്കിലും സന്ദീപിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇനി മറ്റ് ചെറുപ്പക്കാരായ നേതാക്കൾ ധാരാളമുണ്ട്. ഇപ്പോൾ ആർഷോയുടെ കാര്യമൊക്കെ പറഞ്ഞു SFI-യിലെ ആർഷോ എന്ന് ഒരിക്കലും സംസാരിക്കാൻ പാടില്ലാത്ത ഭാഷയിലാണ് സംസാരിച്ചത്. ഒരു വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വിദ്യാർത്ഥി സംഘടനയുടെ നേതാവിനോട്, വനിതാ നേതാവിനോട് വളരെ മോശമായ ഭാഷയിൽ ആർഷോ സംസാരിച്ചത് ഇവിടെ ചാനലുകളൊക്കെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയൊന്നും ഒരു നേതാവ് ഒരിക്കലും അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല, അത് തെറ്റാണ്. നമുക്ക് ആവേശമാകാം, വെല്ലുവിളിക്കാം, ഒക്കെ ചെയ്യാം, പക്ഷേ പരിധി വിടരുത്. ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കണം. അത് ഈ നേതാക്കളെല്ലാം ഇതൊക്കെ ഒരു പാഠമായി എടുക്കട്ടെ, അവർക്ക് തിരിച്ചറിവ് ഉണ്ടാകട്ടെ, കുറെ കൂടി സമാധാനത്തോടുകൂടി സ്വയം നിയന്ത്രണത്തോടുകൂടി പെരുമാറാൻ അവർ ശീലിക്കട്ടെ. എല്ലാവർക്കും നല്ല ഭാവി ഉണ്ടാകട്ടെ എന്നും നമുക്ക് ആശംസിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.